ചെട്ടികുളങ്ങര കൈതത്തെക്ക് 144 നമ്പർ പി.കെ. മാധവൻ സ്മാരക SNDP ശാഖായോഗത്തിൽ ഗുരുകൃഷ്ണശില വിഗ്രഹ പ്രതിഷ്ഠ, ശ്രീനാരായണ ഗുരു ക്ഷേത്ര സമർപ്പണം എന്നിവ 12-ന് ആരംഭിക്കും. 3 ദിവസങ്ങളിലായാണ് വിവിധ ചടങ്ങുകളോടെ പ്രതിഷ്ഠയും സമർപ്പണവും നടക്കുന്നത്. ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ശാഖാഭാരവാഹികൾ പറഞ്ഞു. ചെട്ടികുളങ്ങര ടി.കെ. മാധവൻ സ്മാരക SNDP ശാഖായോഗം 144A ഗുരു കൃഷ്ണശില വിഗ്രഹ പ്രതിഷ്ഠ, ശ്രീനാരായണ ഗുരുക്ഷേത്ര സമർപ്പണം എന്നിവ വിവിധ ചടങ്ങുകളോടെ 14-ാം തീയതി വരെ നടക്കും. ചൊവ്വാഴ്ചയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടി.കെ. മാധവൻ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മണ്ണിൽ ഒരു ഗുരുക്ഷേത്രം എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാരുടെയും എല്ലാം വലിയൊരു സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇന്ന് 12, 13, 14 തീയതികളിൽ ഗുരു പ്രതിഷ്ഠ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കർമ്മത്തിലേക്ക് നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഞങ്ങൾ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഗുരുക്ഷേത്ര സമർപ്പണവുമായി ബന്ധപ്പെട്ട് 12, 13, 14 തീയതികളിൽ നമ്മൾ പൂജാകർമ്മങ്ങളുമായിട്ട് നടക്കുകയാണ്. 14-ാം തീയതിയാണ് നമ്മുടെ പ്രതിഷ്ഠ. 12-ാം തീയതി രാവിലെ ഉച്ചയ്ക്ക് പ്രതിഷ്ഠ ഘോഷയാത്രയുണ്ട്. തിരുവാതിര, കൈകൊട്ടിക്കളി, ഭജന, പ്രഭാഷണം, അങ്ങനെ നമ്മുടെ 3 ദിവസം കൊണ്ട് നമ്മുടെ ഗുരുദേവ പ്രതിഷ്ഠ ഇവിടെ നടത്തുകയാണ്. അതിൽ ഞങ്ങളുടെ പ്രസിഡൻറ്റ്, സെക്രട്ടറി, വനിതാ സംഘം പ്രവർത്തകർ, മറ്റ് എല്ലാ കമ്മിറ്റി മെമ്പർമാരും മറ്റെല്ലാ ശ്രീനാരായണ ഭക്തരുടെയും നല്ല പരിശ്രമം അതിലുണ്ടായിരുന്നു. എല്ലാവരുടെയും കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് ഒരുപാട് നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ഇവിടുത്തെ ഒരു ഗുരുക്ഷേത്രം, ടി.കെ. മാധവൻ്റെ മണ്ണിലൊരു ഗുരുക്ഷേത്രം. അത് ഇപ്പോൾ സഫലമാകുകയാണ്. അതിലേക്ക് എല്ലാവരെയും ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചൊവ്വാഴ്ച ആചാര്യവരണം, അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ബാലാലയത്തിൽ പൂജകൾ, വനിതാ സംഘം പ്രാർത്ഥന, ഭദ്രദീപം കൊളുത്തൽ, ഗുരു ഭാഗവത പാരായണം എന്നിവയോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങുകളുടെ ഭാഗമായി ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രതിഷ്ഠാ വിളംബര ഘോഷയാത്ര നടക്കും. കൊയ്പ്പള്ളിക്കാരാഴ്മ 353-ാം നമ്പർ ശാഖയിൽ നിന്നും ആരംഭിച്ച് ചെട്ടികുളങ്ങരയിലെ വിവിധ ശാഖായോഗങ്ങളിൽ കൂടി സഞ്ചരിച്ച് 144A ശാഖയിൽ ഘോഷയാത്ര എത്തിച്ചേരും. തുടർന്ന് ക്ഷേത്ര ചൈതന്യ സർവൈശ്വര്യ വിളക്ക് പൂജ ഉൾപ്പെടെ നടക്കും. 2-ാം ദിവസം അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുന്നത്. 3-ാം ദിവസമായ വ്യാഴാഴ്ച ഗണപതി ഹോമത്തോടുകൂടി ആരംഭിക്കുന്ന ചടങ്ങിന്റെ ഭാഗമായി ഭജനാമൃതം, പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾക്ക് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കൽ, ഗുരു വിഗ്രഹ പ്രതിഷ്ഠ, അനുഗ്രഹ പ്രഭാഷണം, ക്ഷേത്ര സമർപ്പണം എന്നിവ നടക്കും. രാവിലെ 11 മണി മുതൽ പൊതുസമ്മേളനം ആരംഭിക്കും. പൊതുസമ്മേളനത്തിൽ ടി.കെ. മാധവൻ സ്മാരക SNDP യൂണിയൻ ജോയിന്റ് കൺവീനർ രാജൻ ഡ്രീംസ് അധ്യക്ഷനാകും. ശാഖായോഗം സെക്രട്ടറി കണ്ണൻ ചെട്ടികുളങ്ങര സ്വാഗതം പറയും. ഗുരു ക്ഷേത്ര സമർപ്പണം ടി.കെ. മാധവൻ സ്മാരക SNDP യൂണിയൻ കൺവീനർ ഡോക്ടർ A.V. ആനന്ദരാജ് നിർവഹിക്കും. ജോയിന്റ് കൺവീനർ ഗോപൻ ആഞ്ഞിലിപ്ര മുഖ്യപ്രഭാഷണം നടത്തും. ശാഖായോഗം പ്രസിഡന്റ് മുരളീധരൻ റിപ്പോർട്ട് അവതരിപ്പിക്കും. സമർപ്പണ സമ്മേളനത്തിന് ശേഷം മഹാപ്രസാദം, ദീപാരാധന, തിരുവാതിര, കൈകൊട്ടിക്കളി എന്നിവയും നടക്കും. ചടങ്ങുകളുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ശാഖായോഗം ഭാരവാഹികൾ പറഞ്ഞു. പ്രസിഡന്റ് മുരളീധരൻ, വൈസ് പ്രസിഡന്റ് സുമാ രാധാകൃഷ്ണൻ, സെക്രട്ടറി കണ്ണൻ ചെട്ടികുളങ്ങര, യൂണിയൻ കമ്മിറ്റി മെമ്പർ പ്രമോദ് കുമാർ, കമ്മിറ്റി അംഗങ്ങളായ ശശി, ഭദ്രൻ, കാർത്തികേയൻ, പുരുഷോത്തമൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CT ന്യൂസ്, കായംകുളം.